ഇതിൽ ഈ ചട്ടി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ഇല വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തണ്ട് തന്നെ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ചട്ടിയാണെങ്കിൽ പൊട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് 2 നല്ല തണ്ടെടുക്കാം. ഈ 2 നല്ല തണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാം. തണ്ട് വെച്ചിട്ട് പ്രൊപ്പഗേഷൻ നടക്കുമ്പോൾ ഈസിയാണ്, പെട്ടെന്നുണ്ടാവും. അതുപോലെ പിടിച്ച് കിട്ടാനും പ്രയാസമില്ല, കിട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് തഴച്ച് വളരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതിന് 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തെ ഇലയൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഇലയും നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഇല നമുക്ക് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് തണ്ട് വയ്ക്കുന്നതാണ്. ഈ തണ്ട് വയ്ക്കുമ്പോൾ നമുക്ക് അത്ര കെയർഫുൾ ആവേണ്ട കാര്യമില്ല. ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോഴേക്കും നമുക്കതിന് വേര് പിടിക്കാൻ തുടങ്ങും, നന്നായിട്ട് തെളിഞ്ഞ് പിന്നെ പുതിയ ഇലയൊക്കെ വരാൻ തുടങ്ങും. അപ്പം പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ തണ്ട് വയ്ക്കലാണ്. പക്ഷേ ഇല വെച്ചിട്ട് അതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുമ്പോൾ അത് കാണാൻ നമുക്ക് നല്ല ഒരു ഭംഗിയാണ്. ആ ചെടി ഉണ്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വലുതായി വരികയും ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ തഴച്ച് വളരും. പക്ഷേ സമയം എടുക്കും എന്നുള്ളത് മാത്രം. പിന്നെ നമുക്ക് അത്ര അധികം തണ്ടൊന്നും കിട്ടാത്തതാകുമ്പോൾ ഇല നമുക്ക് കിട്ടാൻ പ്രയാസമില്ലല്ലോ. അപ്പോൾ അതാണ് പ്രൊപ്പഗേഷന് ഏറ്റവും എളുപ്പം. മറ്റേത് വേറെ വീട്ടിൽ നിന്നൊക്കെ നമ്മളൊരു ചെടിയുടെ കഷ്ണമൊക്കെ കൊണ്ടുവരുമ്പോഴേ അവരുടെ വീട്ടിലിങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ചെടിയിൽ നിന്ന് പറിച്ച് തരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ആ ഒരു ചട്ടിയുടെ ഭംഗി പോവും, അതല്ലെങ്കിൽ അത് കേടുവരും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും പ്രയാസം, തരുന്നവർക്കും പ്രയാസം. ചെടിയെ ഇഷ്ടമുള്ള ആർക്കും ചെടിയെ നശിപ്പിക്കാൻ തോന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലയുടെ പ്രൊപ്പഗേഷൻ അധികവും ചെയ്യുന്നത്. ഇലയാകുമ്പോൾ 2-3 ഇല തരാൻ ആർക്കും മടിയുണ്ടാവില്ല. അതുമാത്രമല്ല ഇല എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും കേടുവന്ന് പോകുമല്ലോ. അപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കേണ്ട. ആദ്യത്തെ ദിവസം ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുത്താൽ അടി വരെ ആ മണ്ണ് നനയും. പിന്നെ ആ നനവ് നിന്നാൽ മതി. പിന്നെ നല്ല ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് നനച്ച് കൊടുത്താൽ മതി. വെയിലും മഴയും കൊള്ളാതെ ഒരു സൈഡിൽ എവിടെയെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പിടിച്ചു വരും. ഈ തണ്ട് വെച്ചതൊക്കെ നമുക്ക് 2 ആഴ്ച കൊണ്ട് അറിയാനായിട്ട് പറ്റും. നിങ്ങളുടെ വീട്ടിൽ ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെറൈറ്റി ഏതാണെന്നും എൻ്റെ ബിഗോണിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ലൈക്കും കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ വീട്ടിലുള്ള മറ്റൊരു ബിഗോണിയ പ്ലാന്റാണ് ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുകയാണ്. ഇതിനെ ഒരു 1-2 പോട്ടിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരേ ചെടി തന്നെ കുറേ ഉണ്ടാകുമ്പോഴാണ് കാണാനായിട്ട് നമുക്ക് ഭംഗി. അതുകൊണ്ട് ഞാനൊരു 2-3 പോട്ടിൽ അതിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കവർ ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ അതിൽ വേറെയും കുറേ ചെടികളൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു കനകാംബരം ഉണ്ട്. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.